ഹായ് ഗായ്സ്. Hi. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സിനിമയുമായി നമ്മുടെ രണ്ടാമത്തെ Film റിവ്യൂ review, എപ്പിസോഡ് yeah. എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയൻ കഴിഞ്ഞ തവണ റിവ്യൂ Review അല്ല, opinion ആണ് ഒപ്പീനിയൻ നമ്മള് പറയൂ ഒപ്പീനിയൻ ആണ്. ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബാറോസ് ലാലേട്ടന്റെ ബാറോസ് ഇന്നിറങ്ങി നമ്മൾ കണ്ടു. എന്താണ് അഭിപ്രായം? തുടങ്ങിക്കോട്ടെ. ഞാൻ തന്നെ തുടങ്ങണം. മമ്മൂട്ടി ഫാനാണ്. ഇത് ഹേറ്റ് ക്യാമ്പയിൻ ആണ്. ഇവന്മാര് മൂന്നുപേരും മമ്മൂട്ടി ഫാനാണ്. അതുകൊണ്ട് ഇത് ഹേറ്റ് ക്യാമ്പയിൻ ആണ്. പറഞ്ഞു അപ്പൊ നീ പറയും, മോഹൻലാൽ ശ്രീകാന്ത് സത്യം പറയും. ശ്രീകാന്ത് സത്യം പറയും. സത്യത്തിന്റെ മുഖം. അത് ശരിയാ, ശ്രീകാന്ത് പറയും. മോഹൻലാൽ ഫാനായ ശ്രീകാന്ത് പറയും സത്യം. ഓക്കെ, ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി പടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു പടം എന്നുള്ളൊരു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതിലൊരു ഹൈപ്പില്ല, അല്ലെങ്കിൽ ഇതിനൊരു എന്താ പോസിറ്റീവ് ഇതായിട്ട് വരില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ കൊള്ളായിരിക്കും എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സിനിമ കണ്ടു തുടങ്ങിയപ്പം ഹാഫൊന്നും ആവണ്ട, സിനിമ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി എത്തുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വലിച്ചു നീട്ടൽ ഭയങ്കരമായിട്ട് അനുഭവപ്പെടും. കാര്യം തിയേറ്ററിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്ന തിയേറ്ററായിരുന്നു. പക്ഷേ സ്റ്റിൽ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ബോറടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ ഇറങ്ങി കിടക്കുന്നു, ഫോൺ നോക്കുന്നു, അങ്ങനെ ഒരു സാധനം ഉണ്ട്. മൊത്തത്തിൽ ഒരു ആവറേജ് ഒരു പാളിയതുപോലെ എനിക്ക് തോന്നുന്നു. പിന്നെ കുട്ടികൾക്കാണ് എടുത്തതെന്ന് പറയുന്നത്, അതുകൊണ്ട് കുട്ടികളുടെ മനസ്സല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിനക്ക് എന്ത് തോന്നി? എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ഇടയ്ക്ക് വെച്ച് ഇസബെല്ല പറയുന്നുണ്ടായിരുന്നു, ഐ എം ബോർഡ്. അതിൽ ഡയലോഗുണ്ട്. അപ്പോഴും ഞാൻ നമ്മളെ മനസ്സ് തിരിച്ചറിഞ്ഞു. അല്ല, മറ്റേ ആളും പറയും, മറ്റേ ആ പുള്ളി ഒരു സിനിമ, ഒരു പുള്ളിയുടെ പേരെന്താ, നമ്മളുടെ മിന്നൽ മുരളിയിലെ വില്ലനായിട്ട് ഗുരു സോമസുന്ദരം, പുള്ളിയും പറയും ഐ എം ഓൾസോ ബോർഡ്. നിനക്കെന്ത് തോന്നി കണ്ടിട്ട്? എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എക്സ്പെക്ടേഷൻ മാറ്റി വെച്ചിട്ട് കാണേണ്ട ഒരു സിനിമയാണെന്ന് മനസ്സിലായി. പിന്നെ ലാലേട്ടൻ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചുകുട്ടികളുടെ സിനിമയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണാവുന്ന. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി അവർ കുറെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് കുറച്ച് മുതിർന്ന ആൾക്കാർ അതിനെ ഭയങ്കര രീതിയിൽ വിമർശിക്കുന്നുള്ള ഒരു പഴയ ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു പട്ടണത്തിൽ പൂത് ഇറങ്ങിയപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അല്ല, വിമർശനം എന്ന് പറയുന്ന ഒരു സാധനം അധികം വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ആ സമയം അപ്പോഴേ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ സീറോ എക്സ്പെക്ടേഷനിൽ പോയിട്ട് നെഗറ്റീവ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ ബോറടിപ്പിക്കൂല എന്നുള്ളൊരു എക്സ്പെക്ടേഷനെങ്കിലും ഉണ്ടായിരുന്നു. കണ്ടിരിക്കാവുന്ന ഒരു പടം എന്നുള്ളൊരിതില്ല. നമ്മളുടെ സമയം പോയതിന് നമുക്കൊരിത് തോന്നും. സമയം മെനക്കെടുത്തിയതിനൊരു. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നി, ഇടയ്ക്ക് നമുക്ക് ചുമ്മാ ചിരി വരും. സിനിമയിലൊന്നുമില്ല, എന്നാലും നമുക്ക് ചുമ്മാ ഇങ്ങനെ ചിരിയൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കി ചിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു കാര്യമില്ല, ഈ സിനിമയിലെ സീനാക്കണം നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കി ചിരിക്കുമായിരുന്നു. ഒട്ടും എൻഗേജിങ് അല്ല. സിനിമ ഭയങ്കര കിടിലാവണം, ഭയങ്കര കഥയും ഭയങ്കര ഇതാവണമെന്ന് പറഞ്ഞു. അല്ല, ഭയങ്കരമായിട്ട് നമ്മളെ ഒന്ന് പിടിച്ചിരുത്തണ്ടേ, തിയേറ്ററിന്റെ സീറ്റിൽ തന്നെ ഇരുത്തണ്ടേ, എന്തെങ്കിലും ഒരു അകത്തോട്ട് കേട്ടണ്ടേ, സിനിമയുടെ അകത്തോട്ട്. അങ്ങനെ പിന്നെ ഇതില് മ്യൂസിക്കിന്റെ സാധനമാണെങ്കിൽ പോലും നമുക്ക് ഒരു കൊച്ചുകുട്ടികളുടെ മൂവിയുടെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ട്യൂണുകളോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. അതെ, എനിക്ക് തോന്നിയ സെക്കൻഡ് ഹാഫിൽ ഒരു ഇത് വരും. മോഹൻലാൽ എങ്ങനെയാണ് ബാറോസ്, അത് ചിലപ്പം കുറച്ചും കൂടി നേരത്തെ ഒരു നന്നായിട്ട് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി കുക്കിംഗ് ആയതിനേന്ന് തോന്നി. ഇതെന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പടം കുറച്ചും കൂടെ എന്തെങ്കിലും മ്യൂസിക്കൽ അങ്ങനെ എന്തെങ്കിലും ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു. പക്ഷെ അങ്ങനെ വേറെ ആരെങ്കിലും പാടണമായിരുന്നു. സെക്കൻഡ് സോങ് ഒന്നും ലാലേട്ടൻ പാടേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി, എന്റെ പേഴ്സണൽ അഭിപ്രായം. തേർഡ് സോങ് മറ്റേ ഓഷോ ആയിട്ട് വരും. ഓഷോയുടെ ഒരു ഡ്രസ് ഇട്ട് ഒരു സ്റ്റേജിൽ ഒരു പാട്ട് പാടും. അതില് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ടുപേര് പാടും, ഒരു ഫീമെയിൽ വോയിസും കൂടെ ഉണ്ട്. അപ്പൊ ഫീമെയിൽ വോയിസ് നല്ല ഇങ്ങനെ സൂത്തിനിങ് ഇതാണ്. അപ്പോഴത്തേക്കും ലാലേട്ടൻ അപ്പൊ തന്നെ ഒരു വരും. അപ്പൊ ആ കരവരപ്പ് പാട്ട് പഠിപ്പിക്കണം, അത് അപ്പൊ നമുക്ക് അനുഭവപ്പെടും. MG ശ്രീകുമാർ മതിയായിരുന്നു. അല്ല, ഇവൻ പറഞ്ഞാലും മ്യൂസിക്കൽ ഒരു സിനിമ ആക്കിയിരുന്നെങ്കിലും മേ ബി ബെറ്റർ ആയിരുന്നേനെ. അല്ല, ഇത് കുട്ടികളുടെ പടമാണെങ്കിൽ കുട്ടികളെ ഇരുത്തണ്ടേ, കുട്ടികളെ ഇരുത്താനുള്ള എന്തെങ്കിലും ചെയ്യണമായിരുന്നു. മ്യൂസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ഈ സംഭവം അതിന്റെ സ്റ്റോറി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമല്ലേ. നിധി കാക്കുന്ന ഭൂതം ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. നിധി കാക്കുന്ന ഭൂതം, പിന്നെ
അല്ല അത് ആദ്യമേ പറയുന്നുണ്ട്. നിധി കാക്കുന്ന ഒരു ഫാന്റസി ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച്, പിന്നെ അത്രയും ഫാന്റസി ഇല്ല, ഭയങ്കര രീതിയിലുള്ള ഫാന്റസി ഇല്ല. ഇതിലുള്ളതെന്ന് വെച്ചാൽ ടെക്നിക്കലി പടം കുറച്ചും കൂടെ 3D നല്ല എഫക്റ്റ് ആണ്, VFX അടിപൊളിയാണ്, അനിമേഷൻ നല്ലതായിട്ട്. ആ വൂഡുവിന്റെ ക്യാരക്ടറൊക്കെ ഊടുമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഊട് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. ഊട് കയ്യിൽ നിന്ന് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഊട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്ററിലൊരു ബൊമ്മ കാണൂലേ, അതാണ്. അത് അത്യാവശ്യം കൊള്ളാം. ഊടുവിന്റെ ഇത് അങ്ങേര് നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട്, ആ അഭിനയം. എന്റെ ജോലി നന്നായിട്ട് നിർവഹിച്ചു. സീരിയസ്ലി ഊട് കൊള്ളായിരുന്നു. പക്ഷേ ഇസബെല്ലയാണ്, എനിക്ക് ഇസബെല്ലയുടെ ക്യാരക്ടറാണ് അങ്ങോട്ട് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയത്. ഇസബെല്ല അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനില്ല. അല്ല, ഈ പറഞ്ഞ 3D ഉള്ളായിരുന്നു. 3D ഒക്കെ അത്യാവശ്യം നല്ല 3D ആയിരുന്നു. ഫസ്റ്റ് ഒരു റോക്ക് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അത് നല്ലതായിരുന്നു. നെറ്റിലൊന്ന് അടിക്കും, റോക്ക് വരും, കുക്കി തരും. ഒരു കുക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരൊക്കെ ഒരു വാൾ എന്റെ നേരെ പോയിന്റ് 3-4 പ്രാവശ്യം കുത്താം. പോയിന്റ് 3D ആയിരുന്നു. 3D അത് അതിന് വേണ്ടി അത് അവർ ചെയ്തിട്ടുണ്ട്. 3D പേരിലുള്ള പോലെ ചുമ്മാ നെയിം സേക്കിന് വേണ്ടി 3D ചെയ്തല്ല. അത് നമ്മള് ചില 3D ഒക്കെ കാണുമ്പോൾ ചുമ്മാ മറ്റേ തീപ്പൊരി മാത്രം വരാൻ വേണ്ടി മാത്രം 3D വേണ്ടി ഇടുന്ന. ഏറാമിനെക്കാട്ടി കുറച്ചുകൂടെ ഭയങ്കര കൊള്ളായിരുന്നു. കൺവേർട്ടർ ആയതുകൊണ്ട് ഇത് ഒറിജിനൽ 3D അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ കാണുമ്പോ 3D തന്നെ കാണണം. OTT കണ്ടിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടാൻ വഴിയില്ല. OTT-ല് കണ്ട ഇത്രയും നേരം ഇരിക്കാൻ പറ്റൂല. ആകെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3D ആണ്. ആ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ചിലപ്പോ സിനിമ മൊത്തത്തിൽ അങ്ങ് പോകും. ഇത് റബ്ബർ ബാൻഡ് വലിക്കും പോലെ വലിപ്പിച്ച് അതിനായിട്ട് ചിലപ്പം കുറച്ചും കൂടി ആൾക്കാർ കണ്ടേനെ. അല്ല, അരുണിന്റെ മാത്രം അരുൺ പറഞ്ഞില്ല. അരുണിന്റെ ഒരു എനിക്കും നീ പറഞ്ഞ ഓപ്ഷൻ തന്നെടാ, ഭയങ്കര വലിച്ചു നീട്ടിയ ഒരു ഫീൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ഒരേ ഇത് തന്നെ കഴിച്ചു. ഭയങ്കര വലിച്ചു നീട്ടിയതും പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്താനുള്ള എനിക്ക് അറിഞ്ഞില്ല. കുട്ടികളുടെ ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും, പക്ഷെ എനിക്ക് രക്ഷയില്ല, ചെറിയ പോയില്ല, നടന്നില്ല. കുട്ടികളെ കൊണ്ടുവരാൻ ആൾക്കാർ വരണ്ടേ? കുട്ടികൾ കണ്ടാലേ അതെനിക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഇതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് സന്തോഷം വെച്ചാൽ വൂഡ് വർക്കായി. എനിക്ക് അത് സത്യം ട്രെയിലറിൽ പ്രതീക്ഷ, എനിക്ക് വൂഡുവിന്റെ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ അത് ഇതിൽ ഇച്ചിരി അവന്റെ പണി കറക്റ്റ് ചെയ്ത് ക്ലീൻ അപ്പ് ആയി. അല്ലടാ, ക്ലീൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേഷനും ബാക്കിയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഒരുമാതിരി തോന്നൂല. എനിക്ക് ആസ് എ പടം ഉണ്ടല്ലോ, പടം വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ ഇങ്ങനെ ഇത്തിരി ലെങ്ത് ആക്കിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ പേഷ്യൻസിനെ ഭയങ്കര വേണ്ടി എടുക്കണമെന്നില്ലായിരുന്നു, അല്ലാതെ നല്ല രീതിയിൽ എടുക്കായിരുന്നു അവർക്ക് വേണമെങ്കിൽ. അല്ല, ഇതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഫാന്റസിയാണ്, ഒരു ഏത് രീതിയിലാണെങ്കിലും ഹുക്കിംഗ് ആക്കാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ചെയ്യായിരുന്നു. അത് പിന്നെ ഇത് ലാലേട്ടന്റെ ഫസ്റ്റ് സിനിമയാണ്, അങ്ങനെയൊക്കെ തോന്നി കാണുമെങ്കിൽ അതുകൊണ്ടാണ് ഒബിയസ്ലി ആൾക്കാർ കയറിയത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ കയറുമെന്നുള്ളത്. പിന്നെ ഡയലോഗ് ഡെലിവറി എല്ലാം ഭയങ്കര ആൾക്കാർക്ക് ഒരു ബാലെ പോലെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ പറഞ്ഞ് മീൻസ് പെർഫെക്റ്റ് ആയിട്ട് പറയണം, ഒരു ഫ്ലോയിൽ നാച്ചുറൽ ആയിട്ട് പറയണം. ആൾക്കാർക്ക് ഈ ലാലേട്ടന്റെ സിനിമ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ലാസ്റ്റ് നിന്നപ്പോ ഞാൻ നോക്കി, ലാസ്റ്റ് സംവിധാനം മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോ പോലും കൈയടിച്ച ആൾക്കാർ. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇപ്പം നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്നിട്ട് ഇങ്ങനെ ഒരു 3 hour വേസ്റ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നടനല്ലേ. ഇപ്പം വേറെ ഏത് നടനായാലും ഇത്രയും ആൾക്കാർ ഇത്രയും ഹൈപ്പ് പറഞ്ഞ പടത്തിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തിരക്കുണ്ടായിരുന്നു, പക്ഷെ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ. അപ്പൊ എല്ലാരും നിങ്ങളും കണ്ടു നോക്കുക. അല്ലെ, നിങ്ങൾക്ക് ഒരു 3D പടം കാണണം, നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാന്റസി പടം മലയാളത്തിൽ കാണണം, അതും മോഹൻലാലിന്റെ പടം കാണണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെ, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്തായാലും OTT-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തിയേറ്ററിൽ തന്നെ നല്ലൊരു തിയേറ്ററിൽ കണ്ടു നോക്കുക, നല്ലൊരു തിയേറ്ററിൽ നല്ല സ്ക്രീനിൽ കണ്ടു. ഇത് കണ്ടിട്ട് ഇനി ഇത് OTT കാണാം എന്ന് വിചാരിച്ചിരിക്കരുത്. OTT ചിലപ്പോൾ ഇത്ര ഇതൊന്നും വരൂല, കാരണം 3D ഒക്കെ ഇതിനു വേണ്ടി അവർ എടുത്തിട്ടുണ്ട്. അതെന്തായാലും OTT നടക്കൂലല്ലോ. അല്ല, ക്രിസ്മസ് ടൈം അല്ലേ, അപ്പൊ ഒന്ന് പിള്ളേരുമായിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. കുട്ടികളായിട്ടൊന്ന് പോയി വർക്കൗട്ട് ആവുമെന്ന് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീരുകയാണ്. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, നമ്മൾ ക്രിസ്പ് ആക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ അഭിപ്രായത്തിലോട് വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാം. അല്ല, ഇത് നമ്മളുടെ ഒപ്പീനിയൻ ആണ്. ചിലപ്പം ചിലർക്ക് വർക്കൗട്ട് ആവും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് വേറെ ഇഷ്ടപ്പെട്ടുകൂടാന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയാം. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? യെസ്, ബൈ.